അവരെ സ്നേഹത്തിന്റെ ഭാഷയിലൂടെ പ്രാർത്ഥനയിലൂടെയും അത്തരത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന കന്യാസ്ത്രീകൾ എന്ത് ക്രിമിനൽ കുറ്റകൃത്യമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? നമുക്ക് ഭരണഘടനയെ മുൻനിർത്തി തന്നെ സംസാരിക്കാം. ഭരണഘടനയിൽ പറയുന്ന ഉറപ്പ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഉറപ്പാണ് മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇപ്പോൾ അത് രാജ്യം ഒന്നടങ്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവത്തിന്മേൽ അരങ്ങേറുന്നത്. ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ ജ്വാല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രതിഷേധമൊക്കെ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഉറപ്പായിട്ടും രാജ്യമാകെ പ്രതിഷേധം നടക്കുകയല്ലേ. നമുക്കറിയാം, ഇത് ധാർമ്മിക യൂത്ത് കോൺഗ്രസ് പോലൊരു മതേതര ജനാധിപത്യ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഇത്തരം സമരത്തിൽ നിന്ന് മാറിക്കാൻ കഴിയുന്നത്? രാജ്യത്തെ 2 പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം. നിങ്ങൾ നോക്കൂ, ക്രിമിനലുകൾക്ക് എല്ലാവിധ സഹായങ്ങളും നരേന്ദ്രമോദി ചെയ്യുന്നു. ബജ്രംഗ് ദൾ പോലുള്ള ഹിന്ദുത്വവാദികൾ പാവപ്പെട്ട 2 കന്യാസ്ത്രീകൾ അവരുടെ മിഷനറി പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്കറിയാം നിരവധിയായിട്ടുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ മനുഷ്യരുടെ കൈയെത്താത്ത സഹായമെത്താത്ത നിരവധി ആളുകളുണ്ട്. അവരെ ചേർത്ത് പിടിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവരെ അവരെ പരിപാലിക്കുകയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവരോട് ആകർഷിക്കപ്പെടും. ഞാൻ പറയുന്നത്, അങ്ങനെ ചേർത്ത് നിൽക്കുന്ന ആളുകളെയാണോ വേട്ടയാടേണ്ടത്? അവരെ സ്നേഹത്തിന്റെ ഭാഷയിലൂടെ പ്രാർത്ഥനയിലൂടെയും അത്തരത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന കന്യാസ്ത്രീകൾ എന്ത് ക്രിമിനൽ കുറ്റകൃത്യമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? നമുക്ക് ഭരണഘടനയെ മുൻനിർത്തി തന്നെ സംസാരിക്കാം. ഭരണഘടനയിൽ പറയുന്ന ഉറപ്പ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഉറപ്പാണ് മതപ്രചരണവും മതവിശ്വാസവും പ്രാർത്ഥനയും അവർക്ക് അനുവദിക്കപ്പെട്ടതാണ്. എല്ലാ പൗരന്മാർക്കും അവരുടെ മതവിശ്വാസം പരിപാലിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അനുവാദം ഭരണഘടന കൊടുത്തിട്ടുണ്ട്. ഒരു ഭരണഘടനയിലും ആ മതപരമായിട്ടുള്ള വിശ്വാസത്തെ തടസ്സപ്പെടുത്താൻ ഒരു ഭരണഘടനയും പറയുന്നില്ല. എന്നാൽ ബലമായിട്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരുടെ വിശ്വാസത്തെയും അവർ പ്രാർത്ഥിക്കാൻ പോകുന്ന അവരുടെ പ്രാർത്ഥനകളെയും ബലമായി തടയുന്നു നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കുറ്റകൃത്യം ചെയ്യുന്നത് ബജ്രംഗ് ദൾ പോലുള്ള ഹിന്ദുത്വവാദികളാണ്, അതല്ലാതെ ഈ കന്യാസ്ത്രീകളല്ല. പക്ഷേ ഈ കുറ്റകൃത്യം ചെയ്യുന്ന ബജ്രംഗ് ദളിന് അവർക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നില്ല, അവരെ ജയിലിലടയ്ക്കുന്നില്ല, അവർക്കെതിരെ കേസെടുക്കുന്നില്ല. പകരം ഇവിടെ കേസെടുക്കുന്നതും ജയിലിലടയ്ക്കുന്നതും കന്യാസ്ത്രീകൾക്കെതിരെ മാത്രമാണ്. അതാണ് പറയുന്നത്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഭരണകൂടം. എന്നാൽ ഈ സ്നേഹത്തിന്റെയും അതുപോലുള്ള പിന്നെ കരുതലിന്റെയും സന്ദേശം കൊടുക്കുന്ന കന്യാസ്ത്രീകളെ തുറങ്കിലടയ്ക്കുന്നു. ഇത് തന്നെയല്ലേ നമ്മൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുമായി ബന്ധപ്പെട്ട് ബലാത്സംഗത്തിന് ഇരയായ ആ സ്ത്രീക്ക് നേരെ ഉണ്ടായത്? അന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത കൊലപാതകളെയും കുറ്റവാളികളെയും കോടതി ശിക്ഷിച്ചിട്ട് ഈ ഭരണകൂടം വെറുതെ വിടുന്ന സമീപനമാണ് കണ്ടത്. അപ്പം കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്ന കുറ്റവാളികളെ പോലും വെറുതെ വിടുന്ന ഭരണകൂടം. അപ്പോൾ ഈ രീതിയിൽ നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഈ നരേന്ദ്രമോദിയും. അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അർലേക്കർ ഗവർണറുടെ മുന്നിലാണ്. നിയമവീഴ്ച വെല്ലുവിളിച്ചുകൊണ്ട് ഒരു 100 വർഷമെങ്കിലും ഈ രാജ്യത്തെ പിന്നോട്ടടിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അനാചാരങ്ങളും മുറുകെ പിടിക്കുന്ന ഭരണാധികാരികളാണ്. ഇവിടെ ഒരു പ്രതിഷേധം നടത്തിയതുകൊണ്ട് അവർ ഉണരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ധാർമ്മികമായ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, പ്രതിരോധിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഹിന്ദുത്വവാദികൾ
പിന്നെ ഈ അന്ധവിശ്വാസങ്ങൾ പേർന്നവൾ ഈ രാജ്യത്തെ പുറകോട്ടടിക്കുന്നു, ഈ രാജ്യത്തിന്റെ തുല്യത നശിപ്പിക്കുന്നു, ഈ രാജ്യത്തെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നു. ഈ വർഗീയതയ്ക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ നടക്കുന്നത്. എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാവും. ഇനിയും ശക്തമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. യൂത്ത് കോൺഗ്രസ് ഇപ്പൊ മാത്രമല്ല, കാലാകാലങ്ങളായി മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിന് തെരുവിൽ പോരാടുന്ന സംഘടനയാണ്. ഇപ്പോഴും സാഹചര്യം വന്നതുകൊണ്ട് മാത്രമല്ല, എല്ലാ കാലത്തും എപ്പോഴും സമരരംഗത്താണ്, മനുഷ്യരുടെ തുല്യനീതിക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ പ്രക്ഷോഭം ഇവിടെ നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഈ മതപ്രീണനം വർദ്ധിക്കുകയാണ്, അങ്ങനെ ഒരു ആരോപണം, അതിനൊരു കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? വർദ്ധിക്കുകയാണോ ശരിക്കും BJPയുടെ വർഗീയത? ഞാൻ ചോദിക്കട്ടെ, രാജ്യത്ത് ഏതെങ്കിലും വികസനത്തിന്റെ പേരിൽ അവർ വോട്ട് ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ അതിൽ നമുക്കാണ് ഈ നമുക്കറിയാം, കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു മാറ്റി, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾ തീവ്രവാദികളെ തുരത്തുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക്, അപ്പം ഈ പൗരത്വ ഭേദഗതി ബില്ല് ഞങ്ങളാണ് നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞു. അപ്പം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ ഞങ്ങളാണ് നടപ്പിലാക്കുന്നത്, അവരെ ഇവിടെ നിന്ന് ഓട്ടിക്കുന്നു. ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ഒരു അവകാശവുമില്ല, അവർ നുഴഞ്ഞു കയറി വന്നവരാണ്, അവർ പെറ്റുപെരുകുന്നതാണ് എന്ന് വിദ്വേഷ പ്രസംഗം ഏകദേശം 160 തവണയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അപ്പോൾ പരസ്യമായി വർഗീയതയും വിദ്വേഷം പറയുന്ന ഒരു പ്രധാനമന്ത്രി, ഈ വർഗീയത അല്ലാതെ മറ്റെന്താണ് ഈ രാജ്യത്ത് സംഭാവന ചെയ്തിട്ടുള്ളത്? ഈ രാജ്യത്ത് സമാധാനത്തോടു കൂടി കഴിഞ്ഞു പോയ രാജ്യത്തെ ഇല്ലാതാക്കിയതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി നരേന്ദ്രമോദി തന്നെയാണ്, ഈ ഭരണകൂടം തന്നെയാണ്. മാത്രമല്ല, നമ്മളെ കേരളത്തിലെ ചില നേതാക്കന്മാർ ഇത്തരത്തിൽ മതപ്രീണനം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചില വേർതിരിവുകൾ കാണിക്കുന്നുണ്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ആളുകളും ഈ വർഗീയ നിലപാടിനകത്ത് മതനിരപേക്ഷത മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. ഇപ്പൊ കേരളത്തിലെ BJPക്ക് പോലും, ഞാൻ പറയും, BJPക്ക് പോലും അവസാനം ഇത് തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് അങ്ങനെ വർഗീയത ഇവിടെ പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഒരിക്കലും ഇപ്പൊ കന്യാസ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കാതെ, കന്യാസ്ത്രീ അന്യായമായാണ് അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. അവരുടെ മേൽ ചാർത്തിയത് എന്താണ്? മനുഷ്യക്കടത്തും അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനവുമാണ്. അതൊന്നും നടന്നിട്ടില്ല എന്ന് ആ കുട്ടികൾ തന്നെ മൊഴി കൊടുക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നു. അപ്പം ഇത്തരത്തിൽ അവരന്യായമായിട്ടാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്നുള്ളത് തെളിയിക്കപ്പെടുകയാണ്. അപ്പൊ BJPക്ക് മറ്റു മാർഗ്ഗമില്ല. BJP ആണെങ്കിൽ പോലും മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കാതെ ഈ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കേരളത്തിലും അവർ കഴിയാവുന്ന, നമുക്കറിയാം, ശബരിമല അടക്കമുള്ള വിഷയത്തിൽ ഗോൾഡൻ ചാൻസ് ആണെന്ന് പറഞ്ഞവരാണ്. അവരുടെയും മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് വർഗീയത തന്നെയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ് BJPക്ക് കേരളത്തിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ BJPക്കാർക്ക് ഇതിനെ പ്രതിരോധിക്കേണ്ടി വരണം. വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകും. ശക്തമായ സമരം. ഇപ്പം അവർക്ക് ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇപ്പം കേരളത്തിലെ പ്രതിപക്ഷ MPമാരെല്ലാം അവിടെ പോയിട്ടുണ്ട്. പാർലമെന്റിനടക്കം ശക്തമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ശക്തമായി ശബ്ദം ഉയർത്തുന്നുണ്ട്. നീതി കിട്ടും, നീതി കിട്ടുന്നത് വരെ പോരാടും. ഇനി ഒരാളെയും ഇതുപോലെ വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം, ഇത്തരത്തിൽ ആരോപണമൊക്കെ ഉന്നയിച്ച് ഛത്തീസ്ഗഡിലെ 2 മലയാളി കന്യാസ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം വന്ന BJP നേതാക്കന്മാരുടെ ഒരു മറുപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏത് രീതിയിലാണ് ആ ഒരു വിഷയം ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദമായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിലാണ് പ്രതിഷേധ ജ്വാല അടക്കമുള്ള ഒരു സമരവുമായി രംഗത്ത് വന്നത്. നമുക്കറിയാം, ഈ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർ ഇനിയും ജയിലിൽ തുടരും. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ BJP സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ മതപരമായിട്ടുള്ള ഒരു പീഡനം, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു പീഡനം ഉണ്ടാകുന്നു, ഈ മതപരിവർത്തനം നടത്തി ആരോപണം ഉന്നയിച്ച് അവരെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്നു എന്ന ആരോപണങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലൊരു ആരോപണം BJPക്കെതിരെ ശക്തമാകുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഓരോ സംഭവങ്ങൾ എടുത്ത് നോക്കിയാലും അത്തരത്തിലൊരു സാഹചര്യം ശക്തമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാകപ്പെടുകയാണ്, വിവാദമാവുകയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ വരികയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ അത് ഒരു പ്രതിഷേധം എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്.